ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ് എന്നുള്ള പാഠത്തിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ഫസ്റ്റ് ഭാഗം ഒരു റിവിഷൻ്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഭാഗമാണിത്. ബാക്കി സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ സെക്കൻഡ് പാർട്ടിലൂടെ കൂടിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും റിവിഷൻ കഴിയും. ദെൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചറാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ട്. അതിൽ 2 കോമ്പൗണ്ട്സസ് ഉണ്ട്, 2 ഓർ മോർ കോമ്പൗണ്ട്സസ് ഉണ്ട്. അതിൽ ഒരു കോമ്പൗണ്ടിനെ സൊല്യൂട്ട് എന്നും ഒന്നിനെ സോൾവെൻറ്റ് എന്നും പറയുന്നത്. ലാർജ് ക്വാണ്ടിറ്റിയിൽ കാണുന്നത് സോൾവെൻ്റ് അല്ലാത്ത ഭാഗത്തിനെ സൊല്യൂട്ട് എന്നും പറയുന്നു. ഇത് രണ്ടും കൂടി ഉള്ളതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നു. ഗേഷ്യസ് സൊല്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ ഗ്യാസ് ലിക്വിഡ്, ഗ്യാസ് സോളിഡ്. ഗ്യാസും വരുന്ന സമയത്ത് മിക്സ്ചർ ഓഫ് ദ O2 ആൻഡ് CO2. ലിക്വിഡും ഗ്യാസ് ആണെങ്കിൽ ക്ലോറോഫോമും നൈട്രജൻ ഗ്യാസും, സോളിഡും ഗ്യാസ് ആണെങ്കിൽ ക്യാംഫറും നൈട്രജൻ ഗ്യാസുമാണ് എക്സാമ്പിൾസ്. പിന്നെ ലിക്വിഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഗ്യാസും ലിക്വിഡും സോളിഡും. ഗ്യാസും ലിക്വിഡും ആണെങ്കിൽ ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ, ലിക്വിഡ് ആണെങ്കിൽ ആൽക്കഹോൾ ഇൻ വാട്ടർ, പിന്നെ സോളിഡും ലിക്വിഡ് ആണെങ്കിൽ സാൾട്ട് ഇൻ വാട്ടർ. ദെൻ സോളിഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഗ്യാസും ലിക്വിഡും സോളിഡും എന്ന് പറഞ്ഞാൽ സെഡനും സിയും ബ്രാസസ് ഒക്കെ എക്സാമ്പിളാണ്. പിന്നെ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡും സോളിഡും എന്ന് പറയുമ്പോൾ എമാൽഗം ഓഫ് ദ മെർക്കുറി ആൻഡ് വിത്ത് സോഡിയം. ഗ്യാസും സോളിഡ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇൻ PT ഉള്ള ഹൈഡ്രജൻ. പിന്നെ സോലബിലിറ്റി ഓഫ് ഗ്യാസിൻ്റെ ലിക്വിഡിൽ ലിക്വിഡിൽ സോലബിൾ ആകുന്നത് ഹൈ നേച്ചർ ഓഫ് ദ ഗ്യാസും പ്രഷറും ടെമ്പറേച്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് ആൻഡ് ലിക്വിഡ് സോലബിലിറ്റി ഇൻക്രീസസ്. ഒരു ഗ്യാസും ലിക്വിഡും തമ്മിൽ ഗ്രേറ്റർ ഇൻട്രാക്ഷൻ എടുക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സോലബിലിറ്റി കൂടുകയും ചെയ്യുന്നു. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ്, ടെമ്പറേച്ചർ കൂടുന്തോറും സോലബിലിറ്റി കുറയുന്നു. ഇനി ഹെൻറീസ് ലോസ് എടുക്കുകയാണെങ്കിൽ ലോ സ്റ്റേറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ സോലബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഓഫ് ദ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രഷർ ഓഫ് ദ ഗ്യാസിൻ്റെ പ്രഷറായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ സോലബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ്. ടെമ്പറേച്ചർ കൂടുന്നതോറും സോലബിലിറ്റി കുറയുന്നു എന്ന് പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഹെൻറീസ് ലോയിലേക്ക് വരുന്ന സമയത്ത് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ സോലബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. പിന്നെ അതേപോലെ ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ എ വേപ്പർ ഫേസ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KHX ആണ്. KH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. KH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദ ഗ്യാസിനായിട്ട് ഡിപ്പെൻഡഡ് ആണ്. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ദ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറി ലോസസ് ഒബേ ചെയ്യുന്ന 4 കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ലോ ആയിരിക്കണം, ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, അതേപോലെ ഗ്യാസ് ഡു നോട്ട് അണ്ടർഗോ മോളിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവരുത്. പിന്നെ അതേപോലെ ഗ്യാസ് ഓഫ് ദ ലോ സോലബിലിറ്റി ഇൻ സോൾവെൻറ്റിൽ ലോ സോലബിലിറ്റി ആയിരിക്കണം. പിന്നെ ഹെൻറീസ് ലോവിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ സോലബിലിറ്റി ഇൻക്രീസസ് ഇൻ ദ CO2ൻ്റെ സോലബിലിറ്റി കൂട്ടാനായിട്ട് സോഫ്റ്റ് വാട്ടറിലും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലൊക്കെ ബോട്ടിൽ സീലിന് അണ്ടർ എ ഹൈ പ്രഷറിൽ ബോട്ടിൽ സീൽ ചെയ്യുന്നു. സ്ക്യൂബ ഡൈവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ വാട്ടറിൻ്റെ അടിയിൽ ഹൈ പ്രഷർ ആയതുകൊണ്ട് ആണെങ്കിൽ ഡിസോൾവേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് നമ്മുടെ ബോഡിയിൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ആൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഡൈവേഴ്സ് കം ടുവേഴ്സ് ദ സർഫേസസ് ദ പ്രഷർ ഗ്രാജുവലി ഡിക്രീസസ്. പ്രഷർ കുറയുകയും അതേപോലെ പ്രഷർ കുറയുകയും അതിൽ നൈട്രജൻ ഗ്യാസസ് നമ്മുടെ ബ്ലഡിൽ ബബിൾസ് പോലെ ആവാൻ തുടങ്ങുന്നു. അതൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാക്കുന്നു. അതിനെ പറയുന്നതാണ് ബെൻസസ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ദ
പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഓക്സിജൻ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും കുറഞ്ഞു വരുന്നു, ഡിക്രീസ് ആവുകയും ചെയ്യുന്നു. ലോ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓക്സിജൻ ബ്ലഡിൽ ഓക്സിജൻ്റെ ലോ കോൺസെൻട്രേഷൻ ലെഡ് ദ ക്ലൈംബേഴ്സ് എന്ത് ചെയ്യാം, വീക്കും അണേബിൾ ടു തിങ്ക്. ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് അനോക്സിയ. പ്രോസസ് ഓഫ് ദ സ്വെല്ലിംഗ് ആൻഡ് ഡിസോൾവ്ഡ് ഗ്യാസ് ഓഫ് സൊല്യൂഷൻ ഫോർ ബബ്ലിംഗ് ഓഫ് അൺറിയാക്റ്റഡ് ഗ്യാസസ്. ഡിസോൾവ്ഡ് ഗ്യാസസ് എന്താ പറയുക, സ്വെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ അൺറിയാക്റ്റഡ് ഗ്യാസസ് ഒരു ബബിളി ഫോം ചെയ്യുന്നു ടു ലോ സോലബിലിറ്റി. അതാണ് ലോ സോലബിലിറ്റി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട്, ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. അതിനെ പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് ഓസ്മോസിസ്, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസ് ഈസ് എ പ്രോസസ് ഓഫ് ദ ഫ്ലോ ഓഫ് ദ സോൾവെൻറ്റ് ത്രൂ എ from the pure solvent through a semi-permeable membrane. It is a flow from higher concentration to the lower concentration to the higher concentration by a semi-permeable membrane. ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ഒരു സെമി പെർമബിൾ മെംബ്രെയിൻസിലൂടെ. സെമി പെർമബിൾ മെംബ്രെയിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് സെല്ലുലോസ് അസറ്റേറ്റ്, പിന്നെ നോർമൽ ആയിട്ടുള്ളത് എഗ് മെംബ്രെയിൻസ് ഇൻ ദ പ്ലാന്റ് സെൽസ് ആൻഡ് പ്ലാന്റ് ആൻഡ് അനിമൽ മെംബ്രെയിൻസസ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. 2 ലോസസ് പഠിക്കാണ്ട്, നമ്മുടെ ബോയിൽസ് വൻഹൂസ് ലോയും അതുപോലെ തന്നെ ചാൾസ് വെൻഹൂസ് ലോയും പഠിക്കാറുണ്ട്. ബോയിൽസിൻ്റെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ദ ഓസ്മോട്ടിക് പ്രഷറും. ചാൾസ് ലോയിൽ ദ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഓസ്മോട്ടിക് പ്രഷർ എന്നും കിട്ടുന്നു. ഈ 2 ഇക്വേഷൻസും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് πV ഈസിക്കൽ ടു NRT എന്ന് കിട്ടും. PV എന്ന് പറയുന്ന പോലെ πV ഈസിക്കൽ ടു NRT എന്ന് കിട്ടും. അത് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം N ഈസിക്കൽ ടു W/M ആണെന്ന്. അപ്പോൾ M ഈസിക്കൽ ടു WRT/πV എന്ന് കിട്ടുന്നു. അതേപോലെ മോളാർ മാസ് ഓഫ് ദ പോളിമേഴ്സിൻ്റെ മോളാർ മാസസ് എങ്ങനെ കണ്ടുപിടിക്കുക? മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് πC ഈസിക്കൽ ടു RT/M എന്നുള്ള മെത്തേഡ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ ക്ലാസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇനി എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഈ സെയിം ടെമ്പറേച്ചർ. അതേപോലെ സച്ച് സൊല്യൂഷൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. സെമി പെർമബിൾ മെംബ്രെയിൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക ചെയ്താലും അവിടെ ഓസ്മോസിസ് ഒരിക്കലും നടക്കില്ല. പിന്നെ റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷനും റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The direction of the osmosis can be reversed if the pressure is larger than ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും പ്രഷർ ലാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ ലാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓസ്മോസിസ് നടക്കുന്ന ഡയറക്ഷൻ തിരിക്കാം. ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോകാൻ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നു. റിവേഴ്സ് ഓർമൻ ഫ്ലോ ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻസ് വഴി തന്നെയാണ്. സെമി പെർമബിൾ മെംബ്രെയിൻസ് ആയിട്ട് വരുന്നത് സെല്ലുലാർ അസറ്റേറ്റ്, നൈലോണൊക്കെ ഉപയോഗിക്കുന്ന. അതിൻ്റെ ഡിസ്റ്റിലേഷൻ ഓഫ് ദ സീ വാട്ടർ ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. ഹയർ കോൺസെൻട്രേഷൻ, മറ്റേത് ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ വരില്ല. ഇത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ. പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ സെമി പെർമബിൾ മെംബ്രെയിൻസ് വഴി വരുന്നു. ഈ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ്. പ്യുവർ വാട്ടർ ഈസ് സ്നീസ്ഡ് ഔട്ട് ത്രൂ ദ സീ വാട്ടർ പ്യുവർ വാട്ടർ പുറത്തേക്ക് പോവുകയും സീ വാട്ടർ ത്രൂ ദ മെംബ്രെയിൻസ് ആൻഡ് കോമൺലി അതെന്ന് വെച്ചാൽ പ്യുവർ വാട്ടർ സീ വാട്ടറിൽ നിന്ന് ഒരു പ്യുവർ വാട്ടർ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് റിവേഴ്സ് ഓസ്മോസിസിന് വാട്ടർ പ്യൂരിഫിക്കേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ ആകെ പഠിക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.